ഭഗവാനെ വാഴ്ത്തുന്നു, ഭഗവാനെ വാഴ്ത്തുന്നു. ശരണം ശരണം ഗുരു ശരണം മമ ശരണം ശരണം തവ ചരണം. ശരണം ശരണം ഗുരു ശരണം മമ ശരണം ശരണം തവ ചരണം. ഭഗവാനെ വാഴ്ത്തുന്നു, ഭഗവാനെ വാഴ്ത്തുന്നു. ഏഴയാം ഞാൻ എൻ്റെ അകതാരിലെഴുന്നള്ളി വാഴണമേ. മാലിന്യമാകെയും മാറ്റുവാൻ അതിനുള്ള ജ്ഞാനമെൻ്റെ ആത്മാവിൽ നൽകണമേ. ഭഗവാനെ വാഴ്ത്തുന്നു. ഭക്തരായുള്ളവർക്ക് മുക്തി കൊടുപ്പവനെ, ഭക്തരായുള്ളവർക്ക് മുക്തി കൊടുപ്പവനെ. ഭക്തപ്രിയ ഞാനങ്ങി നിത്യം സ്തുതിച്ചിടുന്നേ. ജ്ഞാനപ്രകാശരൂപ ജ്ഞാനപ്രകാശരൂപ ദിവ്യ തേജസ്സിൻ കാന്ത ആത്മാവിൽ രൂപമായി നിത്യം വിളങ്ങണമേ. ശരണം ശരണം ഗുരു ശരണം മമ ശരണം ശരണം തവ ചരണം. ശരണം ശരണം ഗുരു ശരണം മമ ശരണം ശരണം തവ ചരണം. മിന്നിത്തിളങ്ങിടുന്ന മങ്ങാത്ത ദീപമായി മൺശരീരത്തിനുള്ളിൽ നിത്യം പ്രകാശിക്കണേ. മിന്നിത്തിളങ്ങിടുന്ന മങ്ങാത്ത ദീപമായി മൺശരീരത്തിനുള്ളിൽ നിത്യം പ്രകാശിക്കണേ. വേദത്തിൻ കാതലായി ആത്മാവിൻ കാന്തനായി, വേദത്തിൻ കാതലായി ആത്മാവിൻ കാന്തനായി, കാരുണ്യക്കാതലായി വാഴും പരമാത്മാവേ. ആരിലും വാഴുന്നോനെ, ആരും ആരാധിപ്പോനെ. സൃഷ്ടിച്ച തമ്പുരാൻ കൽപ്പിച്ചു തന്നതാണിന്നുള്ള സർവസൗഭാഗ്യങ്ങളും. സൃഷ്ടിച്ച തമ്പുരാൻ കൽപ്പിച്ചു തന്നതാണിന്നുള്ള സർവസൗഭാഗ്യങ്ങളും. സർവലോകേശ്വരൻ ദാനമായി നൽകുന്ന കാരുണ്യമോർക്കുമ്പോൾ നന്ദിയുണ്ട്. സർവലോകേശ്വരൻ ദാനമായി നൽകുന്ന സർവലോകേശ്വരൻ ദാനമായി നൽകുന്ന കാരുണ്യമോർക്കുമ്പോൾ നന്ദിയുണ്ട്. നമ്മളൊരു വർഷക്കാലമായി
മലയാളികൾ പൊതുവെയും നമ്മുടെ ആത്മബോധോദയ സംഘത്തിലുള്ളവരും കാത്തിരുന്ന ഒരു ഉത്സവമാണ്, നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, തിരുവോണം. നമ്മൾ അതിന് പ്രത്യേകമായി നമുക്കൊരു നിയമമുണ്ട്. എന്താണത്? ഉത്രാട പൂജ. അപ്രകാരം ഉത്രാട പൂജ ഒരുക്കി ഈശ്വരാനുഗ്രഹത്തോടുകൂടി സന്തോഷമായ ഒരു ഓണം ഇപ്രാവശ്യം ആഘോഷിക്കുവാൻ കഴിഞ്ഞു എന്ന അനുഭവമുള്ളവരെന്ന് കൈയുയർത്തിക്കണ്ട. ഇത് ഈശ്വരൻ്റെ കാരുണ്യവും അനുഗ്രഹവുമാണ്. കാരണം ഒരാത്മാവിൽ സന്തോഷം ലഭ്യമാകണമെങ്കിൽ ഈ പ്രകൃതിയിൽ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ സ്വരൂപിക്കപ്പെടണം. അല്ലാതെ വെറുതെ ഒരാളിന് സന്തോഷം ലഭിക്കുകയില്ല. എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് ചില ഭവനങ്ങളിൽ എല്ലാം ഒരുക്കി വെച്ചു, പക്ഷേ പെട്ടെന്ന് അവിചാരിതമായ ചില മരണങ്ങൾ, അപകടങ്ങൾ, ദുഃഖങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ ഈ സന്തോഷിക്കുന്ന വേളയിലും അങ്ങനെ ഉണ്ടായവരുമുണ്ട്. അവർക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. അവർ കൊടിയ പാതകം ചെയ്തിട്ടാണെന്നൊന്നുമല്ല, പക്ഷേ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം ഒരുക്കി സ്വരൂപിച്ച് നമ്മളിൽ നിലനിർത്തുമ്പോഴാണ് നമുക്ക് ഉള്ളം കുളിർത്ത് സന്തോഷിക്കാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, ഇതുപോലെ കരുതുവാൻ അങ്ങല്ലാതെ ഇഹലോകെ ആരുമില്ലെന്റെ നാഥ, ഇതുപോലെ കരുതുവാൻ അങ്ങല്ലാതെ ഇഹലോകെ ആരുമില്ലെന്റെ നാഥ, ഇഹപരലോകത്തിൻ ഉടമസ്ഥനെ ഇഹലോകെ വന്നു വസിപ്പവനെ, അവിചാരിതമായ ചില ദുഃഖങ്ങൾ വന്ന സ്ഥലത്തൊഴിച്ചാൽ ബാക്കി എല്ലായിടത്തും സന്തോഷം സന്തോഷം സർവത്ര സന്തോഷം അനുഭവിച്ചുകൊണ്ടാണ് ഈ ഓണം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. എപ്പോഴും നമ്മളെ കരുതുന്ന എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവം നമുക്കിപ്രാവശ്യവും ഇങ്ങനെയെല്ലാം ഒരുക്കി തന്നതിന് കോടാനുകോടി നന്ദിയോടെ നമുക്ക് ദൈവപാദത്തിൽ നമസ്കരിക്കാം. ഇനി നമുക്ക് അടുത്ത ആഴ്ച ആഘോഷം ഇരിക്കുകയാണ്. അതെന്താണ്? ദൈവത്തോടൊപ്പം ഒരു ഓണം. ദൈവത്താൽ നിയമിച്ച ഒരു നിയമമാണത്. ഓണം ആഘോഷിച്ച് നാട്ടിലെല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് സന്നിധാനത്തിൽ വന്ന് എല്ലാവരും കൂടി ചേർന്ന് ആഹാരമൊക്കെ പാകം ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ദൈവത്തിൻ്റെ തൃക്കരങ്ങളാൽ വിളമ്പി നൽകുന്ന അമൃതപാനം ചെയ്യുക. അതൊരു വലിയ സന്തോഷമാണ്. അനേകായിരങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ വർഷവും. ഈ വർഷവും അപ്രകാരം എല്ലാവരും വന്നു ചേരും. നമുക്കെല്ലാം ഒരുക്കി ഉന്നതമായ നിലയിൽ ആഹാരവും കഴിച്ച് ആരാധിച്ച് ആനന്ദിക്കുവാനുള്ള ഒരു വ്യവസ്ഥ സർവശക്തി ദാനം ചെയ്തതാണ്. അപ്പം അതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും അറിയിക്കേണ്ട, ഓരോരുത്തരും അതിനുവേണ്ടി ഇങ്ങനെ ഒരുങ്ങി എല്ലാം വരും, എല്ലാം ചെയ്യും. അതൊരു പ്രത്യേക സന്തോഷമാണ്. ദൈവം മുമ്പാകെ വന്ന് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു സന്തോഷം അത് ലോകത്ത് എന്ത് കർമ്മം ചെയ്താലും ലഭിക്കുന്നതല്ല. അപ്പം ആ വിധത്തിലെല്ലാം ഒരുക്കി ആനന്ദിക്കാനൊരു ദിനം മഹാശക്തി നമുക്ക് തന്നതാണ്. അത് ഉന്നതമായി നടക്കുവാൻ വേണ്ടി ജഗദീശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതനാകുന്ന ദൈവം ഓരോ സൃഷ്ടികളെയും ഈ ലോകത്തിലേക്ക് അയക്കുന്നത് അതിൻ്റെ കൃത്യമായ കണക്കുകളോടുകൂടി തന്നെയാണ്. ആ വിധത്തിൽ ജനനവും മരണവും കൃത്യമായി നടന്നുകൊണ്ടേയിരിക്കും. ഭഗവാൻ തന്നെ പാടി, കരയുന്ന കൂട്ടരെ കണ്ടിട്ടും തന്നുടെ കളികൾ നിർത്തുന്നില്ല അഖിലേശ്വരൻ. ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ കരഞ്ഞാലും തൻ്റെ നിയമങ്ങൾക്കൊന്നും മാറ്റം വരുത്തുകയില്ല. അങ്ങനെ മാറ്റം വരുത്തിയാൽ പണ്ട് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ അപ്പൂപ്പന്മാരുടെ ഒരു വലിയ കേളീരംഗമായി മാറും നമ്മുടെ ലോകം, അല്ലേ? മുത്തച്ഛൻ അവനുടെ മുത്തച്ഛൻ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുഞ്ചൻ നമ്പ്യാർ ഇറക്കിയിട്ടുണ്ട്. കാലനില്ല കാലം. അങ്ങനത്തെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇതെല്ലാം അതിൻ്റെ നിയമപ്രകാരം. വൃദ്ധന്മാർ വേണം, യുവാക്കൾ വേണം, ബാല്യത്തിലുള്ളവർ വേണം. ഇതെല്ലാം അതിൻ്റെ നിയമപ്രകാരം ദൈവം കൃത്യമായി ഇതിനെ രൂപീകരിച്ചിരിക്കുകയാണ്.
ഇതൊന്നും കണ്ടിട്ട് നമ്മൾ കരയേണ്ട ആവശ്യമില്ല. അറിവ് കൊണ്ട് ചിന്തിക്കുന്നവർക്കൊന്നും ഇതൊന്നും കണ്ട് കരയേണ്ട കാര്യമില്ല. കാരണം ദൈവമാണ് എല്ലാത്തിൻ്റെ ഉടമസ്ഥൻ, ദൈവമാണ് എല്ലാം നടത്തുന്നത്. ദൈവത്തിൻ്റെ ആ ഹൃദയത്തിൽ നിന്ന് അങ്കുരിച്ചതെല്ലാം തിരിച്ച് ഹൃദയത്തിലെത്തിയേ മതിയാവും. എങ്കിലും ലോകവശാൽ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് വലിയ ദുഃഖമാണ്. തീർച്ചയായും നമ്മുടെ കൂടെ സഹകരിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ നമുക്ക് ദുഃഖമാണ്. അങ്ങനെ ഈ അടുത്ത സമയത്തായ അനേകം മരണങ്ങൾ, നമ്മുടെ ഈ സംഘവുമായി ചേർന്ന് നിന്ന പല വ്യക്തികളും മരണപ്പെടുകയും അത് വളരെയേറെ ദുഃഖമുണ്ടാക്കുകയും ചെയ്തു. ഈ സമയത്ത് ഇത് ഓർമ്മിപ്പിക്കാൻ കാരണം, അടുത്തടുത്തായി വരുന്ന ചില മരണങ്ങളൊക്കെ കാണുമ്പോൾ പലർക്കും പല ചിന്താപശുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവം അറിയാതെ ഇതൊന്നും ലോകത്തിൽ സംഭവിക്കുന്നില്ല. ഇപ്പം നമ്മൾ ആ COVID-19 എന്ന മഹാരോഗം ബാധിച്ചിരുന്ന സമയത്ത് ആളുകളൊക്കെ ചിന്തിച്ചു, അയ്യോ എത്ര കോടി ആളുകളാണ് മരിച്ചത്, എത്ര ലക്ഷം ആളുകളാണ് മരിച്ചത്, എന്താ കാരണം? അതിന് കൃത്യമായ ഒരു കണക്കെടുത്ത് എല്ലാവരുടെയും ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഓരോ ദിവസവും നമ്മുടെ പത്രത്തിൽ പല വിധത്തിലുള്ള പത്രങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞത് എത്ര പേരുടെ മരണവാർത്ത ഉണ്ടാവും ഒരു പത്രത്തിൽ? പൊതുവായിട്ട് എല്ലാ പത്രത്തിലും വരുന്ന ചില വാർത്തകളുണ്ടാവും. എന്നാൽ എല്ലാ പത്രത്തിലുമായിട്ട് എത്ര പേര് നമ്മൾ അറിയെ മരിക്കുന്നുണ്ട്? ഇതിൽ പത്രത്തിലൊന്നും കൊടുക്കാതെ എത്രയോ മരണങ്ങൾ നടക്കുകയും സംസ്കാരങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മരണമെന്ന് പറയുന്നത് ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുക. ജനനം എങ്ങനെ നടക്കുന്നു അതേപോലെ തന്നെ മരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ പ്രത്യേക കണക്കാണ്. സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ വേണ്ടി ദൈവം ഇതെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ അലറി വിളിച്ച് കരഞ്ഞ് കൂവേണ്ട കാര്യമൊന്നുമില്ല. അറിവിൽ കൂടി ഇതെല്ലാം നമ്മൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ ദുഃഖമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ ആരാധനയിൽ കൂടി നമുക്ക് ഈശ്വരൻ പകർന്നു തരുന്നത് ആനന്ദമാണ്. ആശ്വാസവും ആനന്ദവും പകർന്നു തരുന്ന ഇതുപോലൊരു വ്യവസ്ഥ ലോകത്തിൽ വേറെ ഇല്ല. നമുക്ക് ഈ വ്യവസ്ഥ നിലനിർത്തി തന്നിരിക്കുന്ന ഈശ്വരനെ അറിഞ്ഞ് ആരാധിക്കുവാൻ കഴിഞ്ഞാൽ എന്തെല്ലാം ദുഃഖങ്ങൾ ലോകത്തിൽ സംഭവിച്ചാലും വെള്ളത്തിൽ വെണ്ണ പോലെ സുഖമെന്നും ദുഃഖത്തിന് മീതെ നിൽക്കും എന്ന് ഭഗവാൻ അറിയിച്ചത് നമുക്ക് അനുഭവമാകും. എന്തെല്ലാം ദുഃഖം വന്നാലും അതിൻ്റെ മുകളിൽ ആ സുഖമാണ് നമുക്ക് അനുഭവമാകുന്നത്. നമ്മുടെ ഹൃദയത്തെ അത് ബാധിക്കുകയില്ല. അതുകൊണ്ട് എപ്പോഴും സുഖത്തിൽ കഴിയുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശ്വരൻ കരുതട്ടെ. അതിനുള്ള അറിവും കഴിവും പ്രാപ്തിയും ഓരോ ഹൃദയങ്ങളിലും എത്തിച്ചേരുവാൻ സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ദുഃഖമില്ലാത്ത സുഖസമ്പൂർണമായ ഒരു ജീവിതം ചെയ്യുവാനാണ് ദൈവം നിയമങ്ങൾ തന്നിരിക്കുന്നത്. നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് എല്ലാവരും ജീവിക്കുക. മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. നമുക്ക്
പുരുഷ ഭേദമില്ലാതെ യാതൊരു വിധത്തിലുള്ള ഭേദബുദ്ധികളില്ലാതെ ഏകത്വമായി ഏകോപിച്ച് ഏകാത്മനാഥനോട് ചേർന്ന് ആനന്ദിക്കുവാൻ തക്ക വിധത്തിൽ മഹാശക്തി തന്നെ സ്ഥാപിച്ച ഉന്നതമായ സ്ഥാപനമാണ് നമ്മുടെ ആത്മബോധോദയ സംഘം. അതിലേക്ക് ചേരുവാനാണ് മഹാശക്തി നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. അവരവരിൽ ആത്മപരിശുദ്ധി ഉണ്ടായെങ്കിൽ മാത്രമേ പരിശുദ്ധനാകുന്ന പരമാത്മാവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയുള്ളൂ. അങ്ങനെ പരമാത്മ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ തക്ക വിധത്തിൽ ഭേദബുദ്ധി ഇല്ലാത്ത ഏകത്വഭാവം ഏകീഭവിക്കുവാനുള്ള വ്യവസ്ഥ ഏകാത്മനാഥനാകുന്ന ജഗദീശ്വരൻ തന്നെ അറിയിച്ചിരിക്കുകയാണ്. ആ ജാതിമതഭേദം പോയി മനസ്സൊരുമിച്ചു കിട്ടി. ജാതിമതഭേദം പോയി മനസ്സൊരുമിച്ചു കിട്ടി. പരമാവാദത്തിലെത്തി പരിശുദ്ധരായി. പരമപരിശുദ്ധനാണ്. പാപമറിയാത്ത ഒരേ ഒരാളെ ഉള്ളൂ, അത് പരമാത്മാവ് മാത്രമാണ്. ആ പരമാത്മാവിന്റെ പാദത്തിലെത്തിയാൽ ഭേദമില്ലാത്ത ബോധം ആത്മാവിൽ ഗ്രഹിക്കുവാനുള്ള വഴിയാണ് തെളിയിക്കുന്നത്. തന്റെ ജ്ഞാനമെല്ലാം അതിനുള്ളതാണ്. എന്തുകൊണ്ട്? ആനന്ദ സ്വരൂപനാകുന്ന ജഗദീശ്വരന്റെ കിരണങ്ങളാണ് ഈ ജ്ഞാനപ്രകാശം. ഈ ജ്ഞാനപ്രകാശത്തിലൂടെ ദർശിക്കുന്നവർക്ക് ആ ആനന്ദത്തെ കാണുവാൻ കഴിയും. ആ സൂര്യന്റെ പ്രകാശത്തിൽ കൂടി നമ്മൾ സൂര്യനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് പോലെ ജ്ഞാനപ്രകാശത്തിൽ കൂടി ആത്മജ്ഞാന സ്വരൂപനാകുന്ന ജഗദീശ്വരിലേക്ക് എത്തുവാനും ആനന്ദിക്കുവാനും കഴിയും. അതാണ് ആത്മബോധോദയ സംഘത്തിന്റെ വ്യവസ്ഥ. ഇത് വേണ്ട വിധത്തിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവുകയില്ല. ആ ജന്മാന്തര ജ്ഞാനോപദേശം എന്ന നമ്മുടെ ഉപദേശം ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ച് നിലനിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ അടിസ്ഥാന പ്രമാണത്തിൽ കൂടി കൃത്യമായി നിങ്ങൾ ജീവിച്ചു മുന്നേറി ആ ആനന്ദത്തിൽ ചെന്നെത്തുവാൻ വേണ്ടിയാണ്. ആ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിയമങ്ങളെല്ലാം അതിനെ നിലനിർത്തുവാനുള്ളതാണ്. ഈ ഉപദേശത്തിന്റെ സാരം നിങ്ങളുടെ ഉൾക്കാമ്പിലേക്ക് ഗ്രഹിക്കണമെങ്കിൽ ഈ നിയമത്തിൽ കൂടി നിങ്ങൾ ജീവിച്ചെങ്കിലേ മതിയാവൂ. ആ അക്ഷരം പഠിച്ചതുകൊണ്ട് മാത്രം ഒരാളിന് PhD എടുക്കാൻ കഴിയില്ല. ഇന്നൊരാൾ വന്നൊരു നേർച്ച തന്നു. ആ എന്തിനു പറഞ്ഞതാ? ആ അപ്പൊ പറഞ്ഞു ഞാൻ PhD എടുത്തത് പാസ്സാവാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. പാസ്സായോ? പാസ്സായി. അതിന്റെ അവാർഡ് ദാനമൊക്കെ കഴിഞ്ഞു. ആ PhD ലഭിക്കണമെങ്കിൽ വെറും അക്ഷരം കൊണ്ട് മാത്രം കഴിയില്ല. വിവിധ കാര്യങ്ങൾ പഠിക്കണം. PhD എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി അഗാധമായ പഠനം ചെയ്ത് അതിനെ കുറിച്ചൊരു പ്രബന്ധം തയ്യാറാക്കി അതിനെ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ അറിവുള്ള ആളുകൾ അത് പരിശോധിച്ച് വേണ്ടതാണെന്നും വേണ്ട വിധത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും ബോധ്യമാകുമ്പോഴാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അതിന് പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞാണ് അവസാന PhD എന്ന സ്ഥാനത്തേക്ക് എത്തുന്നത്. ഞാൻ 1ാം ക്ലാസ്സിൽ ഇന്ന അക്ഷരങ്ങൾ പഠിച്ചതാണെന്ന് പറഞ്ഞാൽ ഒരാളുടെ PhD എടുക്കാൻ പറ്റുമോ? കഴിയില്ല. എന്നതുപോലെ ജന്മാന്തര ജ്ഞാനം ഉരുവിടാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളിന് ഇതിന്റെ പൂർണ്ണതയിൽ എത്താൻ കഴിയില്ല. ആ
ഉപദേശത്തിന്റെ സാരം നിന്റെ ആത്മാവിന്റെ രൂപമായി മാറുവാൻ വേണ്ടി നിന്നെ നിയോഗിച്ചയച്ച് നിനക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതത്തിലൂടെ സത്യമാകുന്ന ജീവിതം നയിച്ച് ധർമ്മകർമ്മങ്ങൾ ചെയ്ത് ആത്മാവിലേക്ക് ഗുണങ്ങളെ സ്വീകരിക്കുമ്പോൾ ആ ജന്മാന്തര ജ്ഞാനോപദേശത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ നിനക്ക് ഹൃദയസ്ഥമാകും. പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ നമുക്ക് ഹൃദയസ്ഥമാകും. അപ്പോഴാണ് ഓരോന്നോരോന്നായി തിരിഞ്ഞു കിട്ടാൻ തുടങ്ങുന്നത്. ഓ, എന്റെ ഗുരുനാഥൻ ഈ പദം കൊണ്ട് ഇന്നതായിരുന്നല്ലോ ഉദ്ദേശിച്ചിരുന്നത്. ഓ, ഇതിൽ കൂടി എന്റെ ആത്മാവിലുണ്ടാകുന്ന ആനന്ദം വളരെ വലുതാണല്ലോ. കഴിഞ്ഞ ദിവസം ഇവിടെ ആശ്രമ പ്രദക്ഷിണത്തിൽ ഇങ്ങനെ നടക്കുമ്പോ ഞാൻ എന്റെ അടുത്തുണ്ടായിരുന്നവരോട് ചോദിച്ചു, ഒരു പദത്തെ കുറിച്ച് ചോദിച്ചു. അപ്പോ അവർക്കറിയാവുന്ന പോലെ പല കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു. തിരിയപ്പെടുത്തി അതിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ അപ്പോഴാണ് അതിന്റെ അനന്തമായ അവസ്ഥ മനസ്സിലാകുന്നത്. ഓരോ അക്ഷരത്തിലും അടങ്ങിയിരിക്കുന്ന സർവജ്ഞാനം അത് വേണ്ട വിധത്തിൽ ആത്മാവിൽ ഭവിക്കണമെങ്കിൽ നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ, നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ, നിയമം പാലിക്കണം ആത്മാക്കളെ. നാമമെന്നത് സത്യവും നിയമമെന്നത് ധർമ്മവുമാണ്. നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. അടുത്ത വരി വന്നപ്പോഴോ നാമവും നിയമവും പാലിക്കുവാൻ, സത്യവും ധർമ്മവും പാലിക്കുവാൻ എന്നാണ് അതിന്റെ അർത്ഥം. നാമം എന്നാൽ എന്താണ്? നാമം ഗുരു ആകുന്നു, നിയമം വിളക്കാകുന്നു. ഗുരു എന്നത് എന്താണ്? സത്യമാണ്. നിയമമോ? ധർമ്മകർമ്മങ്ങളാണ്. സത്യധർമാദികളിൽ കൂടി ജീവിതം ചെയ്യുന്നവർക്ക് മാത്രമേ ഈ സത്യസ്വരൂപൻ അവതരിപ്പിച്ചിരിക്കുന്ന ജന്മാന്തര ജ്ഞാനോപദേശത്തെ വേണ്ട വിധത്തിൽ ഗ്രഹിച്ച് അതിനെ ആലോചിച്ച് ആനന്ദിക്കുവാൻ കഴിയുള്ളൂ. ആലോചിച്ച് ആനന്ദ രൂപനെ സ്വാധീനമാക്കണം ആത്മാക്കളെ. ആലോചിക്കുവാനുള്ള മരുന്നാണ് ഇട്ട് തന്നിരിക്കുന്നത്. ചിന്തിച്ചറിവാനുള്ള ഒരു അറിവ് തരുന്നു, 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 ചിന്തകന്മാരായുള്ളവർ ചിന്തിച്ചറിയുക, ചിന്തകന്മാരായുള്ളവർ ചിന്തിച്ചറിയുക. അപ്പൊ ചിന്തിച്ചാലോചിച്ച് വേണ്ട വിധത്തിൽ ആനന്ദത്തിൽ എത്തുവാൻ
തക്കവിധം ചിന്തിച്ചാലോചിച്ച് വേണ്ട വിധത്തിൽ ആനന്ദത്തിൽ എത്തുവാൻ തക്കവിധം അറിവുകൾ ഈശ്വരൻ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അറിവുകൾ ഈശ്വരൻ ഈ തന്നുകൊണ്ടേയിരിക്കുകയാണ്. നിയമം പാലിച്ച് ജീവിക്കുന്നവർക്കാണ് ഇതെല്ലാം വേണ്ട വിധത്തിൽ മനസ്സിലാവുക. നിയമം പാലിച്ച് ജീവിക്കുന്നവർക്കാണ് ഇതെല്ലാം വേണ്ട വിധത്തിൽ. അല്ലാതുള്ളവർക്ക് ഇത് ഞാൻ എന്തോ ഒരു ഓളം പോലെ തോന്നിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതുള്ളവർക്ക് ഇത് എന്തോ ഒരു ഓളം പോലെ തോന്നിക്കുന്നു മാത്രമേ ഉള്ളൂ. കടലിനെ ദൂരെ നിന്ന് കാണുന്ന ഒരു അവസ്ഥയാണ്. കടലിനെ ദൂരെ നിന്ന് കാണുന്നവർ കടൽ ഇരമ്പുന്ന ഒരു ശബ്ദം കേൾക്കാം. കടൽ ഇരമ്പുന്ന ഒരു ശബ്ദം, തിരമാല ഇതിന് പൊങ്ങി പോരുമ്പോ ഒരു ഭാഗം കാണാം. തിരമാല പൊങ്ങി വരുമ്പോൾ ഒരു ഭാഗം കാണാം. ബാക്കി അതിന്റെ യാതൊരു വ്യവസ്ഥകളും അറിയില്ല. ബാക്കി അതിന്റെ യാതൊരു വ്യവസ്ഥകളും. ആഴത്തിലേക്ക് ഇറങ്ങുമ്പോ വിലപിടിപ്പുള്ള പലതും അതിനുള്ളിലുണ്ട്. അത് ഇറങ്ങി എടുക്കണമെങ്കിൽ, ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ എന്ത് വേണം? മനസ്സെല്ലാം ശാന്തമാക്കി ചഞ്ചലമില്ലാത്ത അവസ്ഥയിലായി ആഴത്തിലേക്ക് മുങ്ങുവാൻ തക്ക വിധത്തിലുള്ള പരിശീലനം നേടണം. അതിനാണ് ഈ ജീവിതം തന്നിരിക്കുന്നത്. ഈ ജീവിതത്തിലൂടെ പലവിധത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ ഈ പരീക്ഷണങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം പരിശ്രമിക്കുന്നത്. അവിടെ കരഞ്ഞും കൂവിയും കിടന്ന് സമയം കളയാതെ അറിവിൽ കൂടി ഓരോന്നും ആലോചിച്ചടങ്ങണം. മനസ്സേ നീ ആടാതെ ഉഴലാതെ അലയാതെ, മനസ്സേ നീ ആടാതെ ഉഴലാതെ അലയാതെ, സംസാര സാഗരാഴത്തിൽ പോകാതെ, സംസാരമാകുന്ന സാഗരത്തിലല്ല നമുക്ക് പോകേണ്ടത്, ജ്ഞാനമാകുന്ന സാഗരത്തിലാണ് പോകേണ്ടത്. ആ സാഗരത്തിലാണ് ആര് വസിക്കുന്നത്? സാക്ഷാൽ ജഗന്നിയന്താവാകുന്ന ഭഗവാൻ വസിക്കുന്നത്. അതുകൊണ്ടാണ് തന്നെ നാരായണൻ എന്ന് വിളിക്കുന്നത്. നാരമെന്നാൽ ജലമെന്നാണ് അർത്ഥം. എന്നാൽ അതിന് ജ്ഞാനമെന്നുകൂടി ഒരു അർത്ഥമുണ്ട്. അങ്ങനെ നാരമാകുന്ന ജലത്തിൽ വസിക്കുന്നവൻ അല്ലെങ്കിൽ അയനം ചെയ്യുന്നവനാണ് നാരായണൻ. അതായത് ജ്ഞാനത്തിൽ വസിക്കുന്നവൻ. പരിശുദ്ധ ഹൃദയമാണ് തന്റെ അധിവാസ സ്ഥലം. ആ പരിശുദ്ധി ഉണ്ടാകുന്നത് ഈ ജ്ഞാനം കൊണ്ടാണ്. ലോകത്തിലെ വസ്തുക്കൾ ശുദ്ധീകരിക്കാൻ ജലം ഉപയോഗിക്കുന്നത് പോലെ ഹൃദയം പരിശുദ്ധീകരിക്കുവാൻ ജ്ഞാനമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പരിശുദ്ധീകരിക്കുന്ന ഹൃദയത്തിൽ വസിക്കുന്ന ആളിന്റെ പേരാണ് നാരായണൻ. നാരായണൻ ഹരി നാരായണൻ, നാരായണൻ ഹരി നാരായണൻ, നാരായണൻ ഹരി നാരായണൻ, ആദിവേദ പുരാണ പുരുഷൻ, ആദിവേദ പുരാണ പുരുഷൻ, ഓരോരോ അവതാരമെടുത്തു വന്നു. നാരായണൻ ഹരി നാരായണൻ, നാരായണൻ ഹരി നാരായണൻ. നിയമമാകുന്ന ജീവിതത്തിലൂടെ പരിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ പരിശുദ്ധിയിൽ നിന്നുകൊണ്ട് നമുക്ക് പലതിനെയും അറിയുവാൻ കഴിയും. അപ്പോഴേ അറിയാൻ കഴിയൂ. ആരെ? പരിശുദ്ധപരനാകുന്ന പരമാത്മാവിനെ. ആ പരമാത്മാവിന്റെ രൂപമാണ് ജന്മാന്തര ജ്ഞാനോപദേശത്തിന്റെ രൂപം. ആ ജന്മാന്തര ജ്ഞാനോപദേശത്തിന്റെ പ്രത്യേകത അതാണ്. കലിയുഗത്തിലെ മോക്ഷം ഈ മഹാതത്വത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. കലിയുഗ ഖഡ്ഗിയാകുന്ന ശുഭാനന്ദ രൂപം. ആ മഹാതത്വങ്ങളുടെ സമ്മേളനമാണ് ജന്മാന്തര ജ്ഞാനോപദേശം. ആ ജന്മാന്തര ജ്ഞാനോപദേശത്തിന്റെ ഓരോ അക്ഷരങ്ങളെയും വിശദാംവിധം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ ആത്മാവായി ഉയരുകയാണ്. ആ ആത്മാവായി ഉയർന്നു നിന്നുകൊണ്ട് അറിയപ്പെട്ട അറിവിൽ കൂടി അല്ലെങ്കിൽ ആത്മാവിന്റെ പരിശുദ്ധിയിൽ നിന്നുകൊണ്ടുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കും.
അറിയപ്പെട്ട അറിവിൽ കൂടി അല്ലെങ്കിൽ ആത്മാവിന്റെ പരിശുദ്ധിയിൽ നിന്നുകൊണ്ടുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കപ്പെടുന്നു. അഥവാ പരോപകാരാർത്ഥമായ കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഒരു ഉദയം സംഭവിക്കുകയാണ്. അപ്പോൾ ആത്മാവ് അറിവായി വരുന്നു. ആത്മാവിനെ കൊണ്ടുള്ള കർമ്മം ബോധമായി പ്രവർത്തിക്കുന്നു. ആ പ്രവൃത്തി കൊണ്ട് ഉദയം ഉണ്ടാകുന്നു. അപ്പോൾ ആത്മബോധോദയം സംഭവിക്കുന്നു. അവിടെ ആരെ കാണാം? ആത്മബോധം ഉദിച്ചോരിൽ ശുഭാനന്ദം കാണായി വരും. ശുഭാനന്ദ രൂപം തന്നെ വാഴുമാത്മാവേ. വളരെ ലളിതമായി ഞാനിങ്ങനെ പറഞ്ഞു പോകുന്ന ഈ കാര്യം, എത്രയോ യുഗങ്ങളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ വന്ന് വീണ്ടും ഒരു പുതിയ ജന്മം എടുത്തപ്പോൾ നിങ്ങൾക്ക് ഈ സത്യമൊക്കെ നിങ്ങൾ മറന്നുപോയി. നിങ്ങളൊക്കെ അനേക ജന്മങ്ങളിലൂടെ ഇത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചവരാണ്. എന്താ നിങ്ങൾ പ്രാർത്ഥിച്ചത്? തിരിച്ച് ഭഗവാനിലേക്ക് ലയിക്കപ്പെടണമേ അഥവാ മോക്ഷം ലഭിക്കണമേ എന്ന്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മോക്ഷം കൊടുക്കാനായി ഞാൻ ഇവിടെ വന്നപ്പോൾ എന്റെ മുന്നിൽ നിങ്ങളെ എത്തിച്ചിരിക്കുന്നത്. പക്ഷെ അത് വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. തിരിച്ചറിയണമെങ്കിലും ഈ അറിവ് നിങ്ങളിൽ ഭവിച്ചെങ്കിലേ പറ്റൂ. അതുകൊണ്ടാണ് അല്പാൽപമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചില അനുഭൂതി വിശേഷങ്ങൾ, ചില വെളിച്ചങ്ങൾ, ചില ആനന്ദാവസ്ഥ അതൊക്കെ ഹൃദയത്തിലേക്ക് ലഭിക്കുമ്പോൾ വിട്ടുപിരിയാൻ കഴിയാത്ത വിധം ആത്മാക്കൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുവാൻ ഇടയാവുന്നത് അതുകൊണ്ടാണ്. കാരണം ഇത് വേറെ എങ്കിലും ലഭിക്കുന്നതല്ല. ഇതുപോലെ സുഖം തരുവാൻ ഈ ലോകത്തിൽ ഗുരുവല്ലാരുമില്ല. 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 നിഷ്കളങ്കാത്മസ്വരൂപനാകുന്ന ഗുരുവിനെ പരിപൂർണമായും വരിച്ചുകൊണ്ട് യാതൊരു സംശയങ്ങളും ഇല്ലാതെ ഇപ്പോഴും ചില ആളുകൾക്ക് ഇങ്ങനെ ഒരച്ചു നോക്കുന്ന ചില പരിപാടിയുണ്ട്. ഈ സ്വർണ്ണക്കടയിൽ നമ്മളൊരു സ്വർണം കൊണ്ട് ചെല്ലുക, അല്ലെങ്കിൽ പണയം വെക്കുന്നിടത്ത് ചെല്ലുകയാണെന്നിരിക്കട്ടെ. അപ്പൊ അവരാദ്യം എന്ത് ചെയ്യും? ഇതെല്ലാം വാങ്ങിച്ച് കയ്യിലിട്ട് തൂക്കി നോക്കും. അവരുടെ ഒരു അനുമാനമുണ്ട്. ഇത്ര വലിപ്പമുള്ളതിന് ഇത്ര തൂക്കം വരും എന്നൊരു അനുമാനമാണ്. അവരൊന്ന് കണക്കാക്കും. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ ഇല്ല, ഒരു കല്ലിഞ്ഞെടുത്ത് വെച്ചിട്ട് ഒരു ഒരപ്പുണ്ട്. എന്താ, മുക്കാണോ ഒറിജിനൽ ആണോ എന്നാണ് ഈ നോട്ടം. അപ്പൊ ഇതിനെ നോക്കി കുറെ നേരം വരയ്ക്കും. അപ്പൊ ഒന്ന് രണ്ടൊക്കെ ആകുമ്പോഴും നമ്മൾ ഇങ്ങനെ അനങ്ങാതിരിക്കും. അത് കഴിയുമ്പോ ഇല്ല, സ്വർണം കല്ലയിലോട്ട് പറ്റുമല്ലയോ. ഓരോ വരപ്പിനും നമ്മുടെ ഉള്ളിലായി സൗണ്ട് കൊണ്ടില്ലെന്നോണ്ടേ ആ ഉള്ളിലാ ഈ സൗണ്ട് കേൾക്കുന്നത്. കാരണം വരയുന്നത് നമ്മുടെ സ്വർണ്ണമല്ലയോ, അവന്റെ കല്ലയിലല്ലയോ പറ്റുന്നത്. അപ്പൊ നമുക്കൊരു വെപ്രാളം, തൂക്കം കുറയുമോ എന്നുള്ളതാണ്. പക്ഷെ നോക്കാതെ എടുക്കാൻ പറ്റുമോ? അപ്പൊ 5-6 ലെയർ മുക്കിക്കൊണ്ട് എന്ന് പറ്റിക്കുന്നുണ്ട് പലരും. അപ്പൊ ഇവർക്ക് നോക്കാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. പിന്നെ വേറെ പല പരിപാടികളും ഉണ്ട് ഇപ്പോ. ആസിഡിനകത്ത് ഇടുക, അങ്ങനെ പല പരിപാടികളുണ്ട്. ഈ ഒരച്ചു നോക്കുന്ന പരിപാടി ദൈവത്തിന്റെ അടുത്ത് ചെയ്യരുത്.
ഇത്. ഈ ഒളിച്ചു നോക്കുന്ന ഗുരുവായ ദൈവത്തിന്റെ ഗുരുവിനെ പരിശോധിക്കാൻ കഴിയുന്ന ആരും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ഗുരുവിനെ പരിശോധിക്കാൻ കഴിയുന്ന ആരും ഈ തന്നെ അളക്കാനുള്ള ഒരു അളവ് പോലും ഈ ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടുമില്ല. തന്നെ അളക്കാനുള്ള ഒരു അളവ് പോലും ഈ ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. അറിവുള്ളവർ മുൻപ് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഉപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാവ നമ്മളൊരു ചരടിൽ കെട്ടി കടലിന്റെ ആഴം അളക്കാൻ താഴോട്ട് ഇറക്കി വിട്ടാൽ പാവയുടെ നിർമ്മിതി എന്തുകൊണ്ടാണ്? ഉപ്പാണ്. കിടക്കുന്നത് എന്താണ്? ഉപ്പ് ചേർന്ന ജലമാണ്. കടലിന്റെ ആഴം ഇളക്കാൻ വേണ്ടി ഉപ്പ് പാവ ഇങ്ങനെ ഇറക്കി വിടുക, ചരട് അങ്ങനെ നീട്ടി 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 വിട്ടുകൊണ്ടിരിക്കുക. കുറെ ദൂരമായിട്ടും ഇതിന്റെ അറ്റത്ത് എത്തുന്നില്ല. കയ്യിലിരുന്ന ചരട് തീർന്ന് അവസാനം ഒന്ന് എടുത്തു നോക്കാന്ന് തിരിച്ചു പിടിക്കുക. ചരട് മാത്രമേ ഉള്ളൂ, പാവയെ കണ്ടില്ല. അതെവിടെ പോയി? അത് അതിനകത്തങ്ങ് അരിഞ്ഞു പോയി. ഇതുപോലെ പരിശോധിച്ചറിയുന്നോരറിവായിട്ടുള്ളത്തിൽ പരിശുദ്ധ വസ്തുവായി താൻ നിൽക്കുമ്പോൾ പരിശോധിച്ചറിയുന്നോരറിവായിട്ടുള്ളത്തിൽ പരിശുദ്ധ വസ്തുവായി താൻ നിൽക്കുമ്പോൾ പരിശോധിച്ചറിയുന്നോരറിവായിട്ടുള്ളത്തിൽ പരിശുദ്ധ വസ്തുവായി താൻ നിൽക്കുമ്പോൾ തന്നെ പരിശോധിച്ചറിയുവാനായ ആരും തുനിയല്ലേ മർത്യന്മാർ ഭാഗ്യമുള്ളോർ. തന്നെ പരിശോധിച്ചറിയുവാനായ ആരും തുനിയല്ലേ മർത്യന്മാർ ഭാഗ്യമുള്ളോർ. തന്നെ പരിശോധിച്ചറിയുവാനായ ആരും തുനിയല്ലേ മർത്യന്മാർ ഭാഗ്യമുള്ളോർ. പരിശോധിച്ചറിയുന്നോരറിവായിട്ടുള്ളത്തിൽ പരിശുദ്ധ വസ്തുവായി താൻ നിൽക്കുമ്പോൾ തന്നെ പരിശോധിച്ചറിയുവാനായ ആരും തുനിയല്ലേ മർത്യന്മാർ ഭാഗ്യമുള്ളൂ. അറിയിക്കുന്ന അറിവുകൾ അകതാരിൽ കരുതിക്കൊണ്ട് അനുദിനം ജീവിതം ചെയ്തു കൊള്ളുക. അറിയിക്കുന്ന അറിവുകൾ അകതാരിൽ കരുതിക്കൊണ്ട് അനുദിനം ജീവിതം ചെയ്തു കൊള്ളുക. അറിയിക്കുന്ന അറിവുകൾ അകതാരിൽ കരുതിക്കൊണ്ട് അനുദിനം ജീവിതം ചെയ്തു കൊള്ളുക. അറിവിന്റെ ഉടമസ്ഥൻ അകതാരിൽ ഉദയമായി തന്നെ താൻ തെളിയിക്കും സൂക്ഷ്മമായി. ഉദയമായി തന്നെ താൻ തെളിയിക്കും സൂക്ഷ്മമായി. അറിവിന്റെ ഉടമസ്ഥൻ അകതാരിൽ ഉദയമായി തന്നെ താൻ തെളിയിക്കും സൂക്ഷ്മമായി. ഈ അറിവിന്റെ ഉടമസ്ഥൻ അകതാരിൽ ഉദയമായി തന്നെ താൻ തെളിയിക്കും സൂക്ഷ്മമായി. അറിവിന്റെ ഉടമസ്ഥൻ അകതാരിൽ ഉദയമായി തന്നെ താൻ തെളിയിക്കും സൂക്ഷ്മമായി. അറിവിന്റെ ഉടമസ്ഥൻ അകതാരിൽ ഉദയമായി തന്നെ താൻ തെളിയിക്കും സൂക്ഷ്മമായി. സൂക്ഷ്മമായി ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൽ പരമാത്മ ചൈതന്യം തന്നെ വാഴും. സൂക്ഷ്മമായി ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൽ പരമാത്മ ചൈതന്യം തന്നെ വാഴുന്നു. സൂക്ഷ്മമായി ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൽ പരമാത്മ ചൈതന്യം തന്നെ വാഴുന്നു. പരമാത്മ നടനത്തെ
സംശയം കൊണ്ടോ ഒക്കെ ഗുരുവിനെ സമീപിച്ചാൽ, അല്ലാതെ പരിശോധന കൊണ്ടോ സംശയം കൊണ്ടോ ഒന്നും ഗുരുവിനെ സമീപിച്ചാൽ ഒരിക്കലും ഗുരുവിന്റെ മഹത്വങ്ങളോ ഗുണങ്ങളോ തിരിച്ചറിയുവാനോ ആനന്ദിക്കുവാനോ കഴിയില്ല. ഒരിക്കലും ഗുരുവിന്റെ മഹത്വങ്ങളോ ഗുണങ്ങളോ തിരിച്ചറിയുവാനോ ആനന്ദിക്കുവാനോ കഴിയില്ല. ലോകവശാൽ ഒരു ഉദാഹരണം പറയാം. ലോകവശാൽ ഉദാഹരണം വർഷങ്ങളായി പരിചയമുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം ഇങ്ങനെ മരുന്നൊക്കെ തരുന്നു, വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ആശ്വാസമായി നമുക്ക് അനുഭവമായിക്കൊണ്ടിരിക്കും. അതൊരു വിശ്വാസത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടായി. അത് വലിയ കാട്ടുതീ പോലെ അങ്ങ് പടർന്നു. അപ്പൊ ഈ മരുന്ന് ഉപയോഗിച്ചിരുന്ന വ്യക്തി ഇത് അറിഞ്ഞു. അപ്പൊ അതുവരെ വളരെ വിശ്വാസത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജീവിതത്തിൽ ഇന്നുവരെ മറ്റൊരു ഹോസ്പിറ്റലിൽ പോവുകയോ ഡോക്ടറെ കാണുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? ഈ ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് കൊണ്ട് എല്ലാ വിധത്തിലും സുഖവും ശാന്തിയും ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആരോപണം ആരോ ഉന്നയിച്ചു. ഓ, സത്യമാണെന്ന് വിചാരിച്ച് സംശയം തുടങ്ങി. പഴയ പരിചയത്തിൽ വീണ്ടും ചെന്നെങ്കിലും രോഗവിവരമൊക്കെ പറഞ്ഞു. ഡോക്ടർ വേണ്ട വിധത്തിലെല്ലാം സംസാരിച്ചു, വേണ്ടതായ മരുന്നും കൊടുത്തു. പക്ഷേ ആരോപണം കേട്ട മനസ്സുമായിട്ട് ഈ മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോ പഴയതുപോലെ ഈ മരുന്നിന് ഫലം കിട്ടുന്നില്ല. അസുഖം മാറുന്നില്ല എന്നൊരു തോന്നലാണ്. വിശ്വാസം അങ്ങ് പോയി. ആശ്വാസം അതുകൊണ്ട് തീരെ ഇല്ലാതെയായി. അപ്പോ മറ്റൊരു ഡോക്ടറെ അന്വേഷിച്ചു പോകേണ്ട അവസ്ഥ വന്നു. ലോകവശാൽ പലർക്കും ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. വിശ്വാസമാണ് ആശ്വാസത്തിന്റെ അടിസ്ഥാനം. വിശ്വാസം എന്ന വേരുറയ്ക്കാതെ ആശ്വാസം എന്ന ഫലം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ദുരാരോപണങ്ങളും അതുപോലെയുള്ള പരിഹാസങ്ങളും ഒക്കെ കേട്ട് ഗുരുവിനെ വിലയിരുത്താൻ ശ്രമിക്കരുത്. ലോകത്തിൽ പലരും പലതും പറയാനുണ്ടാകും. ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സൂര്യനെ പോലും കുറ്റം പറയുന്ന ആളുകൾ ലോകത്തിലുണ്ട്. സൂര്യൻ ഇച്ചിരി മുമ്പേ അങ്ങ് വന്നാൽ എന്തായിരുന്നു, ഇച്ചിരി കഴിഞ്ഞു വന്നാൽ എന്തായിരുന്നു. ഇങ്ങനെ സൂര്യനെ പോലും സമയക്രമം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ചിന്തകളും സംസാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അത് ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്ത് കണ്ടാലും എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കുക, അതിനെ ആരോപണം ചെയ്യുക. ഇത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. മായയുമായി ബന്ധിച്ചാണല്ലോ ജന്മം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കുറവുകളെ കണ്ടുപിടിക്കാനും ഈ വിധത്തിൽ ആരോപിക്കാനും ഒക്കെ വലിയ കഴിവാണ് മനുഷ്യർക്ക്. അത് നന്മയെ അറിയുവാനും നന്മയെ ബന്ധിക്കുവാനും നല്ലതിനെ കുറിച്ച് പറയുവാനുമായി അതിനെ തിരിച്ചെടുത്താൽ, ആ കഴിവിനെ തിരിച്ചെടുത്താൽ മനുഷ്യൻ ഉന്നതനായി തീരും. കാരണം നന്മയെ ബന്ധിച്ചുള്ള ചിന്തയാണ് മനുഷ്യനെ ഉന്നതനാക്കുന്നത്. ആ തിന്മയെ ബന്ധിച്ചുള്ള ചിന്തയാണ് മനുഷ്യനെ അധപ്പതിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരോപണങ്ങളൊക്കെ പലരും പല വിധത്തിൽ പറയും. നിങ്ങൾക്ക് തന്നെ ചില സംശയങ്ങളൊക്കെ തോന്നിയേക്കാം. കാരണം ഈ മായാമനസ്സുമായി ജീവിക്കുമ്പോൾ പല സംശയങ്ങളും തോന്നിയേക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ സ്ഥിരപ്പെടുത്തുക, മാറ്റമില്ലാതെ ലോകത്തിൽ വാഴുമെന്ന് ആദ്യം ഞാൻ അറിയിച്ച ആ അറിവിൻ പ്രകാരം ഇന്നും വാഴുന്നത് കൊണ്ടാണ് ഇത്രയും ജനസമൂഹം ഇവിടെ എത്തിച്ചേരുന്നതും ഇതെല്ലാം ആനന്ദമായി നടക്കുന്നതെന്നുള്ള ആ കാര്യമെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് പിന്നെ സംശയം ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള അവിശ്വാസം ഉണ്ടാവുകയില്ല. പിന്നെ വ്യക്തിപരമായ ഓരോരുത്തർക്കും കിട്ടുന്ന വളരെ വലിയ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ വളരെ കുറവാണ് ഇതൊക്കെ. പരസ്പരം പറയുന്നതൊക്കെ വളരെ കുറവാണ്. ആദ്യകാലത്തൊക്കെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായാൽ പോലും മനുഷ്യർ പരസ്പരം അത് പറയുകയും നന്ദിപ്പെടുകയും ചെയ്യുമായിരുന്നു. 10 പേരോടെങ്കിലും ഇത് പറയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്.
ഇപ്പൊ അങ്ങനെയുമില്ല. ആ കിട്ടുന്ന അനുഭവങ്ങളൊക്കെ അവരവരുടെ മിടുക്കുകൊണ്ടാണെന്നും അല്ലെങ്കിൽ അവരർപ്പിക്കുന്ന ഏതെങ്കിലും നേർച്ചയുടെ വലിപ്പം കൊണ്ടാണെന്നും അങ്ങനെയൊക്കെ സ്വയം ധരിച്ച് ഗുരുവിന്റെ മഹത്വത്തെ മറന്ന് അതിനെ വേണ്ട വിധത്തിൽ അറിയിക്കാതെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഗുരുവിന്റെ മഹത്വത്തെ അറിയുവാൻ കഴിയില്ല. അപ്പോ എന്തു തന്നെ സംഭവിച്ചാലും ഈ ലോകത്തിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും ഗുരുവിന്റെ വകയാണെന്നുള്ള തിരിച്ചറിവിലൂടെ ജീവിക്കുവാൻ ഓരോരുത്തർക്കും കഴിവുണ്ടാവണം. സുഖം തരുന്ന സമയത്ത് അത് ഗുരുവിന്റെ കാരുണ്യമാണെന്നും ദുഃഖം വരുന്ന സമയത്ത് ഇതൊന്നും ഗുരു അറിയുന്നില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദുഃഖം വരുന്ന സമയത്ത് നിങ്ങളെ കൂടുതൽ ആ ദുഃഖത്തിലാണ് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഗുരു കൂടുതൽ അടുത്തിരിക്കുന്നത്. പക്ഷേ ദുഃഖിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് ചിന്തിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രം. ആ സുഖത്തോടുകൂടി ജീവിക്കുന്നവർക്ക് മാത്രമേ സുഖസ്വരൂപനെ അറിയുവാൻ കഴിയുള്ളൂ. ആ അതുകൊണ്ട് എപ്പോഴും സുഖത്തിൽ ജീവിക്കുവാനുള്ള വഴിയാണ് ഈ നിയമജീവിതം. ആ ദുഃഖമൊഴിയാത്ത ദുഃഖം അറിയാത്ത സുഖസ്വരൂപനെ ആ ഉന്നതമായ ഓരോ ഹൃദയങ്ങളിൽ സ്ഥാപിച്ച് ആ ഉന്നതമായ മഹാഭാഗ്യം അനുഭവിക്കുവാൻ മഹാശക്തി കരുതി വെച്ചിരിക്കുന്ന ഈ സൗഭാഗ്യ വഴി ഒരിക്കലും നഷ്ടപ്പെടുത്താതെ സത്യനിയമാദികളിൽ കൂടി ജീവിച്ച് നിങ്ങൾ മുമ്പോട്ട് ഈ നിയമജീവിതം ചെയ്തുകൊള്ളുക. ആ സത്യം പാലിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്താൽ അപ്പോൾ മുതൽ ദൂതന്മാർ നിങ്ങൾക്ക് കാവലായി നിൽക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് യാതൊരു സംശയവും പിന്നെ ആവശ്യമില്ല. ആ സുരക്ഷിതമായ അവസ്ഥയിൽ ഇപ്പോൾ ഉയരങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ലാഡർ വെച്ച് മുകളിലോട്ട് കയറുകയാണെന്നിരിക്കട്ടെ, അതിന് പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിന് സേഫ്റ്റി ബെൽറ്റുകളൊക്കെ കെട്ടി ഇതിന് മുകളിലോട്ട് പോകും. ഏണിയം ഒടിഞ്ഞു പോയാലും ഈ ആൾ ഒരു കാരണവശാലും താഴെ വീഴുകയില്ല, ഒരു അപകടവും ഉണ്ടാവുകയില്ല. ആ വളരെ ശാന്തമായി താഴെ വന്ന് നിൽക്കും. കാരണം ആ സേഫ്റ്റി ബെൽറ്റിന്റെ പ്രത്യേകത അതാണ്. സുരക്ഷിതമായി ഘടിപ്പിച്ചുകൊണ്ടാണ് മുകളിലേക്ക് പോകുന്നതെങ്കിൽ, അല്ല ബെൽറ്റ് വാങ്ങിച്ച് താഴെ വെച്ചിട്ട് ബെൽറ്റ് ഇരിപ്പുണ്ടല്ലോ അങ്ങ് വെള്ളോട്ട് കയറിയേക്കാന്ന് വിചാരിച്ചാൽ സുരക്ഷിതത്വം അനുഭവപ്പെടുകയില്ല. അതായത് പലരുടെയും വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ്? ആ പൂജാമുറിയിൽ ഭഗവാനെ വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഇനി ഞങ്ങൾക്കൊന്നും പേടിക്കണ്ട, എന്ത് തോന്നിവാസവും കാണിക്കാവുന്നതാണ്. ഇരിക്കുന്ന ആളുകളുടെ കാര്യം, ചില ആളുകൾ അങ്ങനെ ചെയ്യുന്ന കാര്യം ഞാൻ ഓർപ്പിച്ചതാണ്. അതുപോലെയാണ് സേഫ്റ്റി ബെൽറ്റ് താഴെ ഇരിപ്പുണ്ട്, ഞാൻ എത്ര മുകളിൽ കയറിയാലും കുഴപ്പമില്ല എന്ന് ധരിക്കരുത്. ആ സത്യം പാലിച്ചും നിയമം പാലിച്ചും ജീവിതം ചെയ്യണം കൃത്യമായി. ഇപ്പൊ പിന്നെ നിങ്ങളെ എതിർക്കുവാനോ നിങ്ങളെ നശിപ്പിക്കുവാനോ നിങ്ങളെ ദുഃഖിപ്പിക്കുവാനോ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം ലോകത്തിലുള്ള അറിയപ്പെടുന്ന സർവശക്തികളെയും ലോകത്തിലേക്ക് അയച്ചത് ശുഭാനന്ദ തപോശക്തിയാണ്. ആ ശക്തിക്കും ശക്തിയായി വാഴുന്ന ശുഭാനന്ദ ശക്തിയാണ് നിങ്ങൾ ഗുരുവായി സ്വീകരിച്ചിരിക്കുന്നത്. ആ ശക്തിയാണ് നിങ്ങളിലേക്ക് ഇഹപരലോകത്തെ തെളിയിക്കുന്നത്. 14 ലോകം തെളിയിച്ച് പോകൂ, 14 ലോകം തെളിയിച്ച് പോകൂ. Yeah.
ഒരു ശക്തിയുമില്ല. സർവശക്തികളും തന്നിൽ നിന്നുണ്ടായതാണ്. സർവജന്മങ്ങളും തന്നിൽ നിന്നുണ്ടായതാണ്. ആ സർവ്വതും തന്നിലേക്ക് തന്നെ അടങ്ങുകയും ചെയ്യും. തന്നിലേക്ക് അടക്കുവാൻ വേണ്ടിയാണ് ഇഹപര ലോക വ്യവസ്ഥകളെ ലോകത്തിലേക്ക് അറിയിക്കുന്നത്. ആ നീ ധരിച്ചിരിക്കുന്ന ദേഹം ഇന്ന ഇന്ന വ്യവസ്ഥകളിലൂടെ രൂപം ധരിച്ചതാണ്. ഈ ദേഹത്തെ പ്രവർത്തിപ്പിക്കുകയും ലോകത്തിൽ ജീവിപ്പിക്കുകയും ആ ഈ വിധത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ ശക്തിയായി നിൽക്കുന്ന ആത്മാവെന്ന ഏകവസ്തുവാണ്. ആ ഏകവസ്തു എന്നിൽ നിന്നുണ്ടായതാണ്. അങ്ങനെ ആ ഗാത്രമാകുന്ന ക്ഷേത്രത്തെയും അതിനുള്ളിൽ വസിക്കുന്ന പ്രതിഷ്ഠയാകുന്ന ആത്മാവിനെയും വളരെ വ്യക്തമായി വിശദമായി പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആത്മബോധോദയ സംഘത്തിൽ കൂടി നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിങ്ങൾ ഇനി ക്ഷേത്രങ്ങളിൽ തൊഴാൻ പോകേണ്ടെന്ന് ആവശ്യമില്ല. മറ്റൊരു ശക്തിയെയും ആരാധിക്കേണ്ടെന്ന് ആവശ്യമില്ല. എന്തുകൊണ്ട്? നിങ്ങളിലേക്ക് മഹാശക്തിയെ അവതരിപ്പിക്കുവാനുള്ള അറിവുകളെ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്തുകൊണ്ടാണ് അവതാര പുരുഷോത്തമൻ ലോകത്തിൽ വാഴുന്നത്. അവതരിപ്പിക്കുവാനുള്ള അറിവുകളെ ദാനം ചെയ്യുകൊണ്ടാണ് അവതാര പുരുഷോത്തമൻ വാഴുന്നത്. കലിയുഗ പുരുഷോത്തമ കരുണദാനമായി നൽകുന്ന ആത്മാവിൽ വാഴും നാഥനേ ശുഭാനന്ദ. കലിയുഗ പുരുഷോത്തമ കരുണദാനമായി നൽകുന്ന ആത്മാവിൽ വാഴും നാഥനേ ശുഭാനന്ദ. ആത്മാവിൽ വാഴും നാഥനേ കലിയുഗ പുരുഷോത്തമ കരുണദാനമായി നൽകുന്ന ആത്മാവിൽ വാഴും നാഥനേ ശുഭാനന്ദ.
ലോകത്തിൽ ഒരു ശക്തികളെയും ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല. ലോകത്തിലെ ഒരു ശക്തികളെയും ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. സർവശക്തികളും അടക്കം ചെയ്തിരിക്കുന്ന മഹാശക്തിയാണ് നിങ്ങളെ നയിക്കുന്നത്. സർവശക്തികളും അടക്കം ചെയ്തിരിക്കുന്ന മഹാശക്തിയാണ് നമ്മളെ നയിക്കുന്നത്. പക്ഷേ ഇത് വേണ്ട വിധത്തിൽ അറിയാതെ, അതിനെ അനുവർത്തിക്കാതെ ഏതെങ്കിലും ശക്തികളോട് കിടപിടിക്കാൻ പോയാൽ അത് അബദ്ധമായി പോകും. അറിവിൽ കൂടി അനുസരിച്ച് സത്യമായി ജീവിക്കുന്ന ഒരു ആത്മാവ് ഒരിക്കലും ആരോടും യുദ്ധത്തിന് പോവുകയില്ല. അഥവാ ഇനി ആവശ്യമായി വന്നാൽ ഒരു ശക്തികൾക്കും എന്റെ ശിഷ്യന്മാരെ ജയിക്കുവാൻ കഴിയില്ല. സത്യം സത്യം സത്യം. കാരണം ഞാനാണ് ഇതെല്ലാം ഉളവാക്കിയിരിക്കുന്നത്. ഞാനാണ് ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. എന്റെ അറിവിനൊത്ത് ജീവിക്കുന്ന ഒരു ശിഷ്യനെ തോൽപ്പിക്കാൻ ഞാൻ ഒരു കാരണവശാൽ ഒരിടവും കൊടുക്കുകയില്ല. പണ്ടൊരു പഴമൊഴി പറയുന്ന പോലെ ആന മെലിഞ്ഞ തൊഴുത്തിൽ കെട്ടുപോ എന്ന് ചോദിക്കും. അപ്പൊ തിരിച്ചൊരാൾ ചോദിച്ചു, പക്ഷെ മെലിയുന്നത് ആനയായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ അറിവിൽ കൂടി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അറിവിൽ കൂടി തന്നെ ജീവിക്കണം. ഞങ്ങൾ ശുഭാനന്ദ ഗുരുവിന്റെ ശിഷ്യരാണെന്ന് ലജ്ജ കൂടാതെ, ഭയം കൂടാതെ, എവിടെയും നിന്ന് പറയുവാൻ തക്ക വിധത്തിൽ അറിവിൽ കൂടി അനുസരിച്ച് ജീവിതം ചെയ്യണം. അങ്ങനെയുള്ളവരെ തകർക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. സർവത്തിനെയും തകർക്കുന്ന മഹാശക്തിയാണ് പ്രത്യക്ഷമായതുകൊണ്ട് നിങ്ങളെ ഇത് അറിയിക്കുന്നത്. അതുകൊണ്ട് ധീരരായി ജീവിക്കുക ശുഭാനന്ദ സന്താനങ്ങൾ. ധീരരായി ജീവിക്കുക ശുഭാനന്ദ സന്താനങ്ങൾ. ധീരരായി ജീവിക്കുക ശുഭാനന്ദ സന്താനങ്ങൾ. ധീരരായി ജീവിക്കുക ശുഭാനന്ദ
സത്യമാകുന്ന ആയുധവും ധർമ്മമാകുന്ന കവചവും സ്ഥൈര്യമാകുന്ന കോട്ടയും ഗുരു നൽകുകയാണ്. അത് അറിവിൽ കൂടി ജീവിക്കുന്നവർക്ക് സ്വയം അത് സംഭവ്യമാവുകയാണ്. അവർക്ക് പിന്നെ എങ്ങും ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. ആരുടെയും മുൻപിൽ പിന്നെ അധൈര്യപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? സാക്ഷാൽ മഹാശക്തി ഉള്ളും പുറവുമായി അങ്ങനെ നിലകൊള്ളുകയാണ്. തന്നോട് എതിർത്തു ജയിച്ചിടുവാൻ ഇന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല. തന്നോട് എതിർത്തു ജയിച്ചിടുവാൻ ഇന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല. ചുരികയും പരിചയും ഒന്നും വേണ്ട, തൃക്കൈയിലുണ്ടല്ലോ സുദർശനവും. ആ മഹാശക്തി ഉള്ളും പുറവുമായി അങ്ങനെ കളിയാടുമ്പോ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ആർക്കും നമ്മളോട് എതിർക്കാൻ കഴിയില്ല. ആർക്കും വെറുക്കാനും കഴിയില്ല. അവിടെയാണ് ശത്രുവൈരാഗ്യങ്ങൾ ഇല്ലാതെയാകുന്നത്. അവിടെയാണ് ഭേദബുദ്ധികൾ ഇല്ലാതെയാകുന്നത്. അവിടെയാണ് ജാതിമതങ്ങൾ മറന്നു പോകുന്നത്. അങ്ങനെ ജാതി മതങ്ങൾ മറന്ന് കേരളക്കരെ ആകെ ആഘോഷിച്ച ഓണാഘോഷം അത് ദിവസങ്ങൾ മാത്രം എണ്ണി ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ആഘോഷം കഴിയുമ്പോൾ എന്തെല്ലാം അനർത്ഥങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കും എന്നുള്ളത് കണ്ടറിയാം. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ആ കച്ചവട സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം, ആ ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരം, അതുപോലെ സംഘടനകൾ തമ്മിലുള്ള മത്സരം, ആ വള്ളംകളി നടക്കുന്നിടത്ത് മത്സരം, അങ്ങനെ മത്സരങ്ങളുടെ പുറത്ത് മത്സരങ്ങളും അതിന്റെ പുറത്ത് മത്സരവുമായി ആഘോഷിക്കപ്പെടുമ്പോൾ ആ വിനോദം എന്നുള്ളതും ആഘോഷം എന്നുള്ളതും മാറി മത്സരബുദ്ധിയിലേക്ക് മാറുകയാണ്. ആ മത്സരബുദ്ധി കടത്തിവിടുമ്പോൾ വിനോദത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ചെന്നെത്തുന്നത് വൈരാഗ്യത്തിലേക്കും ശത്രുതയിലേക്കുമാണ്. അപ്പൊ അത് ദിവസങ്ങൾ കൊണ്ട് മാറിപ്പോവുകയാണ്. ആത്മബോധോദയ സംഘം പഠിപ്പിക്കുന്നതല്ല, ഗുരുവിന്റെ ആദർശം അതിനുള്ളതല്ല. എന്നും ഒന്നുപോലെ ഏതു കാലത്തും ഏവർക്കും ഏതിനും ഈശ്വര അങ്ങേ കാരുണ്യമല്ലയോ. ഏതു കാലത്തും ഏവർക്കും ഏതിനും ഈശ്വര അങ്ങേ കാരുണ്യമല്ലയോ. യാതൊരു കർമ്മദോഷവും കൂടാതെ യാതൊരു വിധത്തിലും ഒരു കർമ്മദോഷത്തിൽ പോകാതെ ഭേദബുദ്ധികൾ ഒന്നും ബാധിക്കാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ഒന്നായി നിന്ന് പ്രവർത്തിക്കുന്നതാണ് ആത്മബോധോദയ സംഘം. അവിടെ അതുകൊണ്ടാണ് നമുക്ക് മത്സരബുദ്ധികൾ പാടില്ല എന്ന് പറയുന്നത്. താൽക്കാലികമായി ലോകരംഗത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പോയി ഇടപെടുമ്പോഴും ഒരു മത്സരത്തിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണെന്നിരിക്കട്ടെ, ഒരാൾ ജയിച്ചേ മതിയാവൂ, ഒരാൾ തോറ്റേ മതിയാവൂ. ഇത് അതിന്റെ നിയമമാണ്. അത് സ്വയം മനസ്സിലാക്കി അടങ്ങുകയും ചെയ്യുന്ന അറിവിലായിരിക്കണം നിങ്ങൾ നിൽക്കുന്നത്. ആ തോറ്റത് കൊണ്ട് ജയിച്ചവരോട് ശത്രുത ഉണ്ടാവാൻ പാടില്ല. ജയിച്ചവർക്ക് തോറ്റവർക്കുണ്ടാകുന്ന ജാള്യത കണ്ട് നിന്ദിക്കാനും പാടില്ല. ആ അങ്ങനെ പരസ്പരം അറിവിൽ കൂടി നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രത്യേക ബന്ധവും ജീവിതവുമാണ് ആത്മബോധോദയ സംഘത്തിൽ കൂടി നയിക്കേണ്ടത്.
ആ വിധത്തിൽ കരുതിക്കൊണ്ട് നമുക്ക് എന്നും ഓണം ആഘോഷിക്കാം. എന്നും ഓണമായി ഭവിക്കട്ടെ. സർവശക്തിയുടെ കാരുണ്യത്തിൽ കൂടി ഈ സന്നിധാനത്തിൽ ഒത്തുചേർന്നിരുന്ന് എന്നോടൊപ്പം ഓണം ആഘോഷിക്കുവാനുള്ള ഒരു അവസരമാണ് അടുത്ത ഞായറാഴ്ച ഒരുക്കിയിരിക്കുന്നത്. ഓരോ ആരാധനകളും നമുക്ക് ഓണമാണ്. ഓരോ ഞായറാഴ്ചയും നമുക്ക് ഉത്സവമാണ്. ഓരോ ഞായറാഴ്ചയും നമ്മൾ പൂരം പോലെ ഘോഷിക്കുകയാണ്. അത് ഈശ്വരന്റെ കാരുണ്യവും അനുഗ്രഹവുമാണ്. എല്ലാ വിധത്തിലും അനുഭവമാകുമാറാകട്ടെ. എന്നാൽ ഈ തിരുവോണത്തോടനുബന്ധിച്ച് ലോകം മുഴുവൻ ഈ വിധത്തിലൊക്കെ ആഘോഷിക്കുമ്പോൾ നമുക്കൊരു ദിനം ദൈവം നിയമിച്ച നിയമപ്രകാരം എല്ലാ ഒരുക്കങ്ങളോടും കൂടി ഒരു സദ്യ നടത്തി ആരാധിച്ച് ആനന്ദിച്ച് ആഘോഷിക്കാം. എല്ലാവരും അതിനായി വന്നു ചേരുക. നിങ്ങൾ തന്നെ വന്നെല്ലാം ഒരുക്കിക്കൊള്ളുക. നിങ്ങൾ തന്നെ എല്ലാം വിളമ്പിക്കൊള്ളുക. നിങ്ങൾ തന്നെ എല്ലാം ഭക്ഷിച്ചുകൊള്ളുക. എല്ലാത്തിനും മധ്യസ്ഥനായി കരുണാധി ഉണ്ടാകും. അത് നിങ്ങൾക്ക് ആനന്ദമായ അനുഭവമാകുമാറാകട്ടെ. ഉന്നതമാകുന്ന ഈ ഉത്രാട പൂജയിൽ കരുണാധിയുടെ അനുഗ്രഹം സിദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്ന അനുഭവിക്കുന്നവരൊന്ന് കൈയുയർത്തിക്കൊണ്ടാക്കൊള്ളാം. അത് നിങ്ങളിൽ അനുഗ്രഹമായി ഐശ്വര്യമായി ഭവിക്കുമാറാകട്ടെ. ഈ വരുന്ന ഒരു വർഷം നിങ്ങൾക്ക് അത് അനുഗ്രഹമായി നിലനിൽക്കുമാറാകട്ടെ. നമുക്ക് അടുത്തതായി നടക്കാനിരിക്കുന്നത് ആ 27 ആചാര്യന്മാരുടെ സ്തുതിയാണ്. അതിനെപ്പറ്റി വളരെ വിശദമായി ഞാൻ കഴിഞ്ഞ ആഴ്ചയും അറിയിച്ചിരുന്നു. എല്ലാവരും ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുക. എല്ലാം ഉന്നതമായി മഹാശക്തി നടത്തുമാറാകട്ടെ. അതിലേക്ക് തീരുമാനിച്ചിരിക്കുന്ന ആചാര്യന്മാർക്ക് സുഖവും ആരോഗ്യവും നിലനിർത്തിക്കൊണ്ട് ആനന്ദത്തിൽ നിന്നുകൊണ്ട് കർമ്മിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ 15-ാം തീയതി ഓദര ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. കഴിയുന്നിടത്തോളം സന്താനങ്ങൾ അവിടെ പോയി അതിലെല്ലാം പങ്കെടുക്കുക. കഴിഞ്ഞ ആഴ്ച കോട്ടയം ആശ്രമത്തിന്റെ വാർഷികമായിരുന്നു. അത്യനുഗ്രഹമായി ആനന്ദപ്രദമായി എല്ലാം നടത്തപ്പെട്ടു. അപ്പോഴും മഴയുടെ പലവിധ ശല്യം ഉണ്ടായിരുന്ന സമയമായിരുന്നു. പക്ഷെ ഒന്നും ബാധിക്കാതെ എല്ലാം അനുഗ്രഹമായി നടത്തപ്പെട്ടു. അതുപോലെ ഓദരയാശ്രമത്തിന്റെയും വാർഷികം അനുഗ്രഹമായി നടത്തപ്പെടുമാറാകട്ടെ. ഉന്നതമായ ഈ ആരാധനയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ആളാമ്പ്രതി ഞാനിതാ ദർശിക്കുകയാണ്. ഈ ആനന്ദം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ അർപ്പിച്ച എല്ലാ നേർച്ച കാഴ്ചകളും ഞാനിതാ സ്വീകരിക്കുന്നു. ഉന്നതമാകുന്ന നമ്മുടെ മഹാഗോപുരത്തെ അതിശീഘ്രം പൂർത്തീകരിച്ച് കാണുവാൻ പ്രാർത്ഥിക്കുന്ന ഓമന മിത്രങ്ങളെ, നിങ്ങളെല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിച്ച് നൽകുവാൻ ഇതാ ഞാനും കാത്തിരിക്കുകയാണ്. ഏറ്റവും വേഗം പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. ഉന്നതമായതിന്റെ മഹാതത്വങ്ങളെ, ആന്തരികവും ബാഹ്യവുമായ വ്യവസ്ഥകളെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ തക്ക വിധത്തിൽ ഒരു ജന്മത്തെ ഈശ്വരനൂടെ നിലനിർത്തി തന്നു. ആ 3-ാം ശരീരവാഴ്ചക്കാലത്ത് ഭഗവാൻ കണ്ടെടുത്ത ഒരു ജന്മമാണത്. അതിലേക്ക് ഉൾപ്രകാശം കൊടുത്തുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ രൂപം വരയ്ക്കുവാനും അത് ആ ശില്പികളിലേക്ക് അത് പകർന്നു കൊടുക്കുവാനും പടിപടിയായുള്ള അതിന്റെ വളർച്ചയിലേക്ക് ചേർന്ന് നിന്ന് തപസ്സോടുകൂടി പ്രവർത്തിക്കുവാനും ആ ഉൾപ്രകാശത്തോടുകൂടി നിലകൊള്ളുന്നത് കൊണ്ടാണ് ആത്മദീപം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ആയുരാരോഗ്യത്തോടുകൂടി നിലനിർത്തി തരുവാൻ മഹാശക്തിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും അതിൽ പ്രവർത്തിക്കുന്ന ഓരോ മിത്രങ്ങളെയും നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഉന്നതനാകുന്ന ദൈവം പ്രത്യക്ഷമാകുന്നത് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ഈ മഹാദർശത്തിന്റെ ആ പിൻഗാമികളായി ജീവിതം ചെയ്യുന്ന രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിലായി കഴിയുന്ന എന്നോമന മിത്രങ്ങളെ ഓരോരുത്തരും
കാ